ഇന്ത്യ കൃത്യമായും ലക്ഷ്യമിടുന്നത് പാകിസ്ഥാനിലെ ഭീകരരെ മാത്രമാണ്. പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇത് പലതവണ ഇന്ത്യ വ്യക്തമാക്കിയതാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇന്ത്യ കൃത്യമായി പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തന്നെ ടാർഗറ്റ് ചെയ്താണ് ആക്രമണം നടത്തിയതും 9 ഭീകര ക്യാമ്പുകൾ തകർത്തതും. അത് എണ്ണി ഇന്ത്യ മറുപടി നൽകുകയായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്. പക്ഷേ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ ജനതയെയും ഇന്ത്യയിലെ സൈനികരെയുമാണ്. അത് വകവെച്ചു കൊടുക്കാൻ ഒരിക്കലും ഇന്ത്യ തയ്യാറല്ല. വിദേശകാര്യ മന്ത്രാലയം തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കി. ഈ സംഘർഷം കൂട്ടിക്കൊണ്ടു പോകണോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് പാകിസ്ഥാനാണ്. ഈ സംഘർഷം ഒഴിവാക്കണമെങ്കിൽ അത് ഒഴിവാക്കാം, അത് പാകിസ്ഥാന് തീരുമാനിക്കാം. ഈ സംഘർഷം കൂട്ടണമെങ്കിൽ അതും പാകിസ്ഥാന് തീരുമാനിക്കാം. ഞങ്ങൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, അത് പ്രകാരം തന്നെ മുന്നോട്ട് പോകും. അവിടെ പാകിസ്ഥാൻ തീരുമാനമെടുക്കൂ എന്നുള്ളതാണ്. പക്ഷേ പാകിസ്ഥാൻ ഇതുവരെ പിന്മാറാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 രാത്രികളിലും പാകിസ്ഥാൻ ഒരേ രീതിയിലുള്ള ആക്രമണം ഇന്ത്യക്ക് നേരെ അഴിച്ചുവിട്ടിരിക്കുന്നത്. ആദ്യ ദിവസം പാകിസ്ഥാൻ നടത്തിയത് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിടുകയായിരുന്നു. നടന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, നടക്കുകയുമില്ല. 15 സൈനിക കേന്ദ്രങ്ങളെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തും ഇന്ത്യയുടെ വടക്കൻ ഭാഗത്തുമുള്ള പാക് ഇന്ത്യ അതിർത്തികളിലൂടെയാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. അതായത് 5 സംസ്ഥാനങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. പക്ഷേ ഒരിടത്തു പോലും മിസൈലുകളോ ഡ്രോണുകളോ ലക്ഷ്യത്തിലെത്തിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അത്രയ്ക്ക് ശക്തമാണ്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകർന്നു പോവുകയായിരുന്നു പാകിസ്ഥാൻ്റെ മിസൈലുകളും ഡ്രോണുകളുമൊക്കെ. ഇന്ത്യയുടെ S-400 ഇത് അതിശക്തമാണ്. ഇക്കാര്യം പാകിസ്ഥാന് അറിയാമോ ഇല്ലയോ എന്നറിയില്ല. ഇന്ത്യയുടെ സുദർശന ചക്രം എന്ന് തന്നെ S-400നെ വിശേഷിപ്പിക്കാം. ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ തട്ടിയാണ് പാകിസ്ഥാൻ്റെ ഡ്രോണുകളും മിസൈലുകളുമൊക്കെ നാമാവശേഷമായി പോയത്. അതിൻ്റെ ഫലം അടുത്ത ദിവസം തന്നെ പാകിസ്ഥാൻ അനുഭവിക്കുകയും ചെയ്തു. പാകിസ്ഥാനെതിരെ ഇന്ത്യ ആക്രമണം നടത്തിയത് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ്. ലാഹോറിലെ പാകിസ്ഥാൻ്റെ റഡാറുകളാണ് ഇന്ത്യയുടെ മിസൈലുകളും ഡ്രോണുകളും തകർത്തത്. ഈ തിരിച്ചടി കിട്ടിയിട്ട് പോലും പാകിസ്ഥാൻ പഠിച്ചില്ല. അതായത് പാകിസ്ഥാന് 2 തിരിച്ചടികൾ ഇന്ത്യ നൽകി. ഒന്ന്, 9 ഭീകര ക്യാമ്പുകൾ തകർത്തു. അവിടെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും പ്രധാനപ്പെട്ട ഭീകരന്മാരെ വധിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, അവരുടെ ആസ്ഥാനങ്ങൾ തന്നെ നാമാവശേഷമാക്കുകയും ചെയ്തതാണ്. പക്ഷേ എന്നിട്ടും പഠിക്കാതെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാൻ ശ്രമിച്ചത്. അതും ഫലം കണ്ടില്ല. അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് 2ാമത്തെ തിരിച്ചടി പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും. അവിടെ പാകിസ്ഥാൻ്റെ റഡാർ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനം തകരുകയാണ് ഉണ്ടായത്. എന്നിട്ടും നിർത്താൻ പാകിസ്ഥാൻ തയ്യാറായില്ല. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയത് അവിടെ വെച്ചാണ്. ഈ സംഘർഷം കൂട്ടണമെങ്കിൽ പാകിസ്ഥാന് കൂട്ടാം, വേണ്ടെന്ന് വെക്കണമെങ്കിൽ പാകിസ്ഥാന് വേണ്ടെന്ന് വെക്കാം. പക്ഷേ പാകിസ്ഥാൻ എന്നിട്ടും തയ്യാറായില്ല. അതേ രാത്രിയിൽ തന്നെ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഇത്തവണയും അതിന് തൊട്ടു മുമ്പുള്ള രാത്രിയിൽ ലക്ഷ്യമിട്ട അതേ സ്ഥലങ്ങളിലെ തന്നെ കുറച്ചുകൂടി ജനവാസ മേഖലകളിലേക്കാണ് പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിച്ചത്. അതിൽ ജമ്മു വിമാനത്താവളം പോലും ഉൾപ്പെടുന്നു. അങ്ങോട്ടേക്ക് മിസൈലുകളും ഡ്രോണുകളും ഷെല്ലുകളും പാകിസ്ഥാൻ തൊടുത്തുവിടുകയായിരുന്നു. പക്ഷേ ഇന്ത്യൻ സേന അടങ്ങിയിരിക്കുകയില്ല എന്നുള്ള കാര്യം പാകിസ്ഥാന് അറിയാവുന്നതാണ്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തൊട്ട് തലേ രാത്രിയിൽ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും പാകിസ്ഥാൻ്റെ മിസൈലുകളും ഡ്രോണുകളും ഷെല്ലുകളുമൊക്കെ നാമാവശേഷമാക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണ നേരം പുലരാൻ ഇന്ത്യ കാത്തിരുന്നില്ല എന്നതാണ് പ്രത്യേകത. അതേ സമയത്ത് തന്നെ ഇന്ത്യ തിരിച്ചടിക്കുകയാണ് ഉണ്ടായത്. ലാഹോറിൽ നടത്തിയതിനേക്കാൾ കനത്ത ആക്രമണമാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയിരിക്കുന്നത്. അത് ഇസ്ലാമാബാദ് വരെ ചെന്നെത്തി നിൽക്കുകയാണ്. കറാച്ചി തുറമുഖത്തിന് നേരെ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇനി എന്തെല്ലാം നാശനഷ്ടങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് കൂടുതൽ വ്യക്തമാകണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും. എന്തായാലും പാകിസ്ഥാനാണ് ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വഷളാക്കുന്നത്. പാകിസ്ഥാൻ അവസരമുണ്ടായിരുന്നു. പാകിസ്ഥാന് ഈ സംഘർഷം ലഘൂകരിക്കാൻ കഴിയുമായിരുന്നു, ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ അതിന് തയ്യാറായില്ല. പാകിസ്ഥാനിലെ ഭീകരരെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുകയും അവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിനെ എന്തിനാണ് പാകിസ്ഥാൻ എതിർക്കുന്നത്? കാര്യങ്ങൾ ലോക സമൂഹത്തിനും എല്ലാ രാജ്യങ്ങൾക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. പാകിസ്ഥാനിൽ സൈന്യമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് കുറച്ചുകൂടി വെളിവാവുകയാണ് ഇവിടെ ചെയ്തത്. പാകിസ്ഥാൻ എപ്പോഴും പറയുന്നു ഭീകരവാദത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന്. പക്ഷേ പാകിസ്ഥാന് തന്നെ പലപ്പോഴും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് ഭീകരതയെ പോറ്റി വളർത്തുന്ന ഒരു രാജ്യമാണ് തങ്ങളുടേതെന്ന്. പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തന്നെ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ഇക്കാര്യം പറയുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് വിദ്വേഷ പ്രചാരണങ്ങളുടെ കാര്യത്തിലും പാകിസ്ഥാൻ ഇപ്പോഴും
പഴയ നിലപാടിൽ നിന്ന് മാറാത്തത്? ഇന്ത്യക്കെതിരെ വിദ്വേഷ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നു എന്ന് മാത്രമല്ല, തെറ്റായ ഒരുപാട് കഥകൾ മെനഞ്ഞെടുക്കുകയും ചെയ്യുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് പോലും ഇന്ത്യയുടെ വിമാനങ്ങൾ നിലത്തിട്ടു എന്ന് തുടങ്ങിയ പ്രചാരണങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നു. അവിടെ പോലും പാകിസ്ഥാന് നാണം കെട്ട് പിന്നീട് അത് തിരുത്തേണ്ടി വരികയാണ് ചെയ്യുന്നത്. അവിടെ ഖ്വാജ ആസിഫ് തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുടെ 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നതിൻ്റെ തെളിവായി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യങ്ങൾ പരക്കുന്നുണ്ട് എന്നതാണ്. അവിടെയും പാകിസ്ഥാൻ പിഴയ്ക്കുകയാണ് ചെയ്തത്. എന്തായാലും ഈ കാര്യത്തിൽ പാകിസ്ഥാൻ ഇനിയും ഈ സംഘർഷം ലഘൂകരിക്കാൻ സ്വയം ശ്രമിച്ചില്ലെങ്കിൽ വലിയൊരു വിപത്തിനെ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെതിരെയുള്ള പടയൊരുക്കം പോലും അവിടെ സംഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാന് ഇവിടെ നിർത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി പാകിസ്ഥാനിലേക്ക് ഇന്ത്യക്ക് തുടർച്ചയായി മിസൈലുകൾ അയക്കേണ്ടി വരും, തുടർച്ചയായി ഡ്രോണുകൾ അയക്കേണ്ടി വരും. അത് താങ്ങാൻ പാകിസ്ഥാന് കഴിയുകയില്ല. കാരണം ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അത് അത്രമാത്രം ശക്തമാണ്. എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയിലെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ദുർബലമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഉള്ളത്. അത് ആദ്യ 2 രാത്രികളിൽ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് കൃത്യമായിട്ട് പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ കഴിഞ്ഞത്. ഭീകര ക്യാമ്പുകളെ മാത്രമാണ് ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഇന്ത്യ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്: ഇന്ത്യൻ സൈനികരെ ആക്രമിച്ചാൽ സൈനികമായി തന്നെ നേരിടും, ഇന്ത്യയിലെ സാധാരണക്കാരെ ആക്രമിച്ചാൽ ഇന്ത്യ തിരിച്ചാക്രമിക്കും. ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോഴും ഭീകരരെ ആക്രമിച്ച് ഇന്ത്യ അവരുടെ ക്യാമ്പുകൾ ഇല്ലാതാക്കുന്നതിനെ പാകിസ്ഥാൻ എതിർക്കുന്നത് അത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കുവാനും പാകിസ്ഥാൻ പാടുപെടേണ്ടി വരും. എന്തായാലും ഇത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമല്ല, പാകിസ്ഥാനിലെ ഭീകരരും ഇന്ത്യയുമായുള്ള പ്രശ്നമാണ്. ഇന്ത്യ നേരിടുന്നത് പാകിസ്ഥാനെയല്ല, പാകിസ്ഥാനെ ഭീകരരെയാണ്. പക്ഷേ ഇത് മനസ്സിലാക്കുവാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ: പാകിസ്ഥാൻ എന്നും അവിടുത്തെ ഭീകരരുടെ തണലിലാണ് പാകിസ്ഥാൻ ഭരണകൂടം തീരുമാനങ്ങൾ എടുക്കുന്നത്. സൈന്യത്തിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് പാകിസ്ഥാൻ സർക്കാർ നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ പാകിസ്ഥാൻ സർക്കാരിന് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ ഇപ്പോൾ ഉയർത്തിവിട്ടിരിക്കുന്ന ഈ മിസൈൽ ആക്രമണവും ഷെല്ലാക്രമണവും അതുപോലെ തന്നെ ഡ്രോൺ ആക്രമണവുമൊക്കെ വേണ്ട എന്ന് വയ്ക്കാൻ പാകിസ്ഥാന് കഴിയുമോ എന്ന കാര്യത്തിലും സംശയമാണ്. അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ പാകിസ്ഥാൻ്റെ സർവനാശത്തിലേക്കായിരിക്കും അത് കൊണ്ടുചെന്ന് എത്തിക്കുക.